ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ SFIO അന്വേഷണം നിലനിൽക്കുമെന്ന് കോടതി. SFIO അന്വേഷണം നിയമപരമെന്നാണ് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അന്വേഷണം പൂർണ്ണമായും നിയമപരമാണ്. അന്വേഷണം റദ്ദാക്കാനോ തടയാനോ കഴിയില്ല. അന്വേഷണം തടയാൻ വീണ വിജയൻ ഉന്നയിച്ച നിലനിൽക്കില്ല. നിയമം പാലിച്ചു തന്നെയാണ് അന്വേഷണം നടക്കുന്നതെന്നും വിധി പകർപ്പിൽ പറയുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഇന്നലെയാണ് CPM-നെ സംബന്ധിച്ചും വീണ വിജയനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അതായത് എക്സാലോജിക്കിനെതിരായിട്ടുള്ള SFIO അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജി പൂർണ്ണമായും തള്ളുന്നു. ഇപ്പോൾ വിധി പകർപ്പിന്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. 46 പേജാണ് വിധി പ്രസ്താവത്തിലുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ. ഇതിൽ SFIOയുടെ അന്വേഷണം നിലനിൽക്കുമെന്നാണ് കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ വിധിയിൽ പറയുന്നത്. SFIO അന്വേഷണം നിയമപരമെന്ന് കോടതി പറയുന്നു. അന്വേഷണം പൂർണ്ണമായും നിയമപരം തന്നെയാണ്. അന്വേഷണം റദ്ദാക്കാനോ തടയാനോ കഴിയില്ല. അന്വേഷണം തടയാൻ വീണ വിജയൻ ഉന്നയിച്ച വാദങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. നിയമം പാലിച്ചു തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമല്ല എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുമില്ല. വിശാല അധികാരമുള്ള ഒരു ഏജൻസിയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO. അവർക്ക് രാജ്യത്തെ ഇത്തരം കാര്യങ്ങൾ എവിടെ നടന്നാലും ഇത്തരം ഇടപാടുകൾ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്താനുള്ള വിശാലമായ അധികാരം അവർക്കുണ്ട്. അവരുടെ അധികാരങ്ങളിൽ കൈകടത്തുകയോ ഇടപെടുകയോ സാധിക്കുകയുമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം തടയണമെന്ന് പറയാനായിട്ട് സാധിക്കുകയുമില്ല. അതോടൊപ്പം തന്നെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഇതിന് പ്രാഥമികമായ ഒരു അന്വേഷണം കഴിഞ്ഞിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം തടയാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാകുന്നു. ഇന്നലെ ഒറ്റ വിധിന്യായം മാത്രമായി ഒരു വരി മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഈ സ്റ്റേ അനുവദിക്കണം, ഇത് അന്വേഷണം നിർത്തണമെന്നൊരാവശ്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് സാധിക്കുകയില്ല. വീണ വിജയന്റെ ഹർജി തള്ളുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു വിധി പകർപ്പിൽ അതിന്റെ ഒരു പൂർണ്ണ രൂപം അത് എന്താണെന്ന് വ്യക്തമായിരുന്നില്ല. ഇതാണ് ഇപ്പോൾ 46 പേജുള്ള ഒരു വിധി പകർപ്പ് അതിൽ പുറത്തു വന്നിരിക്കുന്നു. അതിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. SFIOയുടെ അന്വേഷണം നിയമപരമാണ്. അന്വേഷണം റദ്ദാക്കാനോ തടയുവാനോ ഒരിക്കലും തന്നെ സാധിക്കുകയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളിൽ ചട്ടങ്ങൾ തീർച്ചയായും, കാരണം ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ ROCയുടെ അന്വേഷണം നടക്കുന്നതിനാൽ SFIO അന്വേഷണം അനിവാര്യമല്ല എന്ന രീതിയിലായിരുന്നു വീണ വിജയൻ തന്റെ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കൃത്യമായും കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. SFIO ഒരു വിശാല അധികാരമുള്ള ഏജൻസിയാണ്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസിയാണ്. അതിപ്പോൾ ഈ വീണ വിജയന്റെ എക്സാലോജിക്കിന് മാസപ്പടിയായി CMR ഈ കരിമണൽ കമ്പനി ആയിട്ടുള്ള CMRൽ മാസപ്പടിയായി 1,72,00,000 രൂപ നൽകിയെന്ന വിഷയത്തിലാണ് കേസിന്റെ അന്വേഷണം നടക്കുന്നത്. നേരത്തെ CMRന്റെയും അതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെയും ആസ്ഥാനങ്ങളിൽ SFIO പ്രാഥമികമായി അന്വേഷണം നടത്തിയിരുന്നു. ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. വീണ വിജയന്റെ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ രേഖകൾ ലഭിച്ചു എന്നുമായിരുന്നു SFIOയുടെ കോടതിയിൽ നിർത്തിയ വാദം. എന്തായാലും SFIOയുടെ അടുത്ത നീക്കം എന്താണ് എന്നൊരു ആകാംക്ഷയുണ്ട്. അത് സ്വാഭാവികമായും വളരെ വിശാലമായ അധികാരമുള്ളതിനാൽ ഒരു അറസ്റ്റിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത ഉണ്ടോ? ഉടൻ തന്നെ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നീക്കമായിരിക്കുമോ ആദ്യമായി SFIOയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? ഡാനി, സ്വാഭാവികമായും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് നേരത്തെ തന്നെയും ഇതുമായി ഈ കേസിൽ KSIDCയുടെ അടക്കം പരിശോധന നടക്കുമ്പോൾ അവരുടെ പക്കലുള്ള രേഖകളടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് വീണ വിജയൻ അടക്കം നൽകിയിരുന്നു. ഈ സമൻസ് അവർക്ക് നിലവിൽ അവർക്കുണ്ട്. എക്സാലോജിക്കിൽ അടക്കം പരിശോധന നടത്തുവാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അതിനോട് അനുബന്ധിച്ച് തന്നെ എക്സാലോജിക്കിന്റെ ഉടമസ്ഥയായ വീണ വിജയനെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൽ ഇനിയിപ്പോൾ വീണ വിജയന് മുന്നിലുള്ള ഒരു വഴികൾ എന്ന് പറയുന്നത് ഈ സിംഗിൾ ബെഞ്ച് വിധിയാണ്. അത് ചോദ്യം ചെയ്യാം.
ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ അത് ചോദ്യം ചെയ്യുകയും ചെയ്യാം. ഒപ്പം തന്നെയും ഇതിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതിലെ കൃത്യമായ രീതിയിൽ ഒരു ഓർഡർ വാങ്ങിക്കാനുള്ള സാധ്യതയും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വീണാ വിജയന് മുന്നിലുള്ള ഈ വഴികളുണ്ട്. പക്ഷേ ഈ അന്വേഷണത്തെ തടയുവാനോ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയില്ല. ROCയുടെ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ SFIയുടെ അന്വേഷണം നടത്തേണ്ടതില്ല, അത് അനധികൃതമാണ് എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ROC അവരുടെ അന്വേഷണം പൂർത്തിയാക്കി പ്രാഥമികമായ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് SFIയുടെ അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ല എന്ന് കോടതി പറയുകയും ചെയ്തത്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ എക്സാലോജികളടക്കം പരിശോധനയും അതോടൊപ്പം തന്നെ ഇതിൽ ഏത് ഫയലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യം ചെയ്യലും ആവശ്യമുണ്ടെങ്കിൽ വീണാ വിജയനടക്കം ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത തീർച്ചയായും തന്നെയുണ്ട്. അതിന്റെ തുടർ നടപടികൾ പിന്നീട് എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും KSIDCയിലെയും CMRLയിലെയും എല്ലാം തന്നെയും പരിശോധനകൾ പൂർത്തിയാക്കിയാൽ അവിടുന്ന് ഇതുവരെ അവിടെ നിന്ന് എന്ത് കണ്ടെത്തി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും അതൊരു പബ്ലിക് ഡോക്യുമെന്റിലേക്കോ അല്ലെങ്കിൽ വിശദാംശങ്ങളോ SFIയോ പുറത്തുവിട്ടിട്ടില്ല. ഇനി ഇതിൽ എന്താണ് SFIയുടെ ഒരു കണ്ടെത്തൽ എന്നത് ഈ വിധിക്ക് ശേഷം ഇപ്പോൾ പരിശോധന നടത്തുവാനുള്ള അന്വേഷണം നടത്തുവാൻ അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ എക്സാലോജികൾ അടക്കം പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും ഒരു പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുക. ഇതിൽ വീണാ വിജയൻ അന്വേഷണത്തെ ചെറുത്തുകൊണ്ട് ഇനി മുന്നോട്ട് പോകുമോ എന്നതാണ് അറിയേണ്ടത്. കാരണം ഡിവിഷൻ ബെഞ്ചിനെയും മറ്റും സമീപിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യം അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഒരു നിയമപരമായ നീക്കം വീണാ വിജയന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഈ കർണാടക ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ്, അതായത് SFI അന്വേഷണം തുടരാമെന്ന ഉത്തരവിനെതിരെ വീണാ വിജയൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണണോ? ഇക്കാര്യത്തിൽ വീണാ വിജയന്റെ നിലവിൽ അതിൽ തിരിച്ചടി തന്നെയാണ് ഈ കേസിൽ ഏറ്റിരിക്കുന്നത്. കാരണം അത് ഇനിയും മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ അതിൽ ഒരുപക്ഷെ കൂടുതൽ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതികൂല അവസ്ഥയിലേക്ക് പോകും. അതുമാത്രവുമല്ല, ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ KSIDCയോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പേടിക്കുന്നു, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നിരുന്നു. അതുമായി അത്തരം ചോദ്യങ്ങൾക്ക് KSIDCക്ക് വലിയ രീതിയിലൊരു ഉത്തരം നൽകാനില്ലാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു. കാരണം സമാനമായ രീതിയിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ കോടതിയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ആ പരാമർശങ്ങൾ പോലും വീണാ വിജയനെ മാത്രമല്ല ബാധിക്കുക, അത് CPMനെ തന്നെ ഇവിടെ സംസ്ഥാനത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് അടക്കം അത്തരം പരാമർശങ്ങൾ പോകും. അതുകൊണ്ട് വളരെ കരുതലോടെ മാത്രം ഈ കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് മുന്നിലുള്ള വഴികൾ എന്ന രീതിയിൽ മാത്രമാണ് ഡിവിഷൻ ബെഞ്ചിനടക്കം സമീപിക്കുക എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ നിയമ വഴികളിൽ അവരുടെ അടുത്തൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് അത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും കേരള ഹൈക്കോടതിയിൽ നിന്ന് KSIDCയുടെ കേസിൽ ഉണ്ടായ സമാനമായ രീതിയിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും കർണാടക ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അടക്കമുണ്ടായേക്കാം. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് ഇവരെ മാറ്റുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കരുതലോടുകൂടി ഇനി നിയമ വഴികളിൽ അവർ മുന്നോട്ട് പോകുകയുള്ളൂ. സ്വാഭാവികമായി ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഇനി അടുത്ത നടപടി SFIയുടെ എന്ത് എന്നത് അതിനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. ടോം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയുടെ വിധി പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. SFI അന്വേഷണം നിയമപരമെന്നാണ്, അന്വേഷണം റദ്ദാക്കാനോ തടയാനോ കഴിയില്ല എന്നാണ് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയത്. കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ ഒരു കൂട്ടമരണ കേസ് കൂടിയുണ്ട്. അവിടുത്തെ നാട്ടുകാരെ ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയാണ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്.